നമുക്കൊരു ഹാഫ് ടൂർ കാണാം ഗായ്സ്. ഇത് എന്റെ വീടല്ല, ചേച്ചിയുടെ വീടാണ്. അപ്പൊ ഈ പുറമെ കാണുന്ന ആൾക്കല്ല, നിങ്ങൾ സൈഡത്തെ ആ ഒരു സിറ്റ് ഔട്ടിലെ വാളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം ചെറിയൊരു വർക്കൊക്കെ ഇതിന്റെ അകത്തുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ കാണുന്നത്. ഒരു ലിവിംഗ് ഹാളാണ്. അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് വീഡിയോ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ആ സ്റ്റോൺ ഒറിജിനൽ ആണ്. പ്രയർ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലിവിംഗ് ഹാളിൽ ഇങ്ങനെ കയറി വരുമ്പോൾ. ഓക്കെ, ഇത് സെക്കൻഡ് ഒരു വാൾപേപ്പറാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫസ്റ്റ് റൂമിൽ കയറി. അപ്പൊ നമുക്ക് ഈ വീട് ആരുടെയാന്ന് നോക്കാം. ഈ ചേട്ടന്റെയും ചേച്ചിയുടെയും വീടാണ്. ഈ ചേട്ടന്റെ ഐഡിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു വാസ്തു ഒക്കെ കറക്റ്റായിട്ട് നോക്കി ചെയ്ത ഒരു വീടാണ്. ഈ വീടിന് ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചത്. ഓക്കെ, ബാത്റൂം കളർ തീംസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടൈലും നല്ല ക്വാളിറ്റി ആണ്, കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹൈ ക്വാളിറ്റി ആണെന്ന്. അപ്പൊ അവിടുത്തെ ഞാൻ പ്രത്യേകം എടുക്കാൻ മറന്നു. കോമൺ വാഷ് ബേസിലാണ്. ഇത് സെക്കൻഡ് ബെഡ്റൂം ആണ്. അപ്പം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ചേച്ചി ഇതിന്റെ ഓരോ സ്റ്റോറീസും. അപ്പൊ സെക്കൻഡ് ബാത്റൂം നിങ്ങൾ കണ്ടല്ലോ, ആദ്യത്തിൽ നിന്ന് സെക്കൻഡ് ഏതാണ്ട് ടൈലൊക്കെ ഒരുപോലെ ആണെങ്കിലും കളർ ഡിഫറൻസ് ആണ്. അപ്പൊ ഇതാണ് കിച്ചന്റെ ഉള്ളിൽ തന്നെയാണ് ഡൈനിങ് ടേബിൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മൊറാക്ക ടൈലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്റ്റെയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റെയറിന്റെ സൈഡിലുള്ള ചെറിയ ഇന്റീരിയർ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന സ്റ്റോൺ ഞാൻ ഓൾറെഡി പണ്ട് തൊട്ടേ കണ്ടിട്ടുണ്ട്. പക്ഷെ വീടിന്റെ അകത്ത് ഇങ്ങനെ സ്റ്റെയറുമായിട്ട് സെറ്റ് ചെയ്തപ്പം ഒരു കളർ കോംബോ ആ തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്റ്റെയർ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത്. കണ്ടിട്ടുണ്ട് ഞാൻ, നമുക്ക് കസിൻസിന്റെ വീട്ടിലൊക്കെ ഇതങ്ങനെ ഞാൻ നമ്മുടെ കസിൻസ് അങ്ങനെ വെക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വെച്ചു. ഇതാണ് തേർഡ് ബാത്റൂമിന്റെ ടൈൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇതിന്റെ വാർഡ്രോബും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കുഞ്ഞു ബാൽക്കണി മോന്റെ റൂമിന് വേണ്ടി അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മോൻ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോന്റെ റൂമിനോട് ചേർത്ത് ഒരു കുഞ്ഞു ബാൽക്കണി വേണമെന്ന്. അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിനി അടുത്ത പോകുന്നത് ഇതൊരു ഹാളാണ് കേട്ടോ. ഇവിടെയാണ് ഇവർ ടി വി പ്ലേസ് ചെയ്തിരിക്കുന്നത്. താഴെ എന്തുകൊണ്ടാണ് ചെയ്യാനെന്ന് വെച്ചപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ടി വി കണ്ടോണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ സെക്കൻഡ് ഈ ഒരു കോമൺ ബാൽക്കണിയാണ്. ഇതിന്റെ സൗണ്ട് ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല വ്യൂ ആണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നമുക്ക് ചായ ഒക്കെ കുടിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചായ കുടിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു അടുത്ത ഒരു റൂമിലോട്ട് പോകാനായിട്ട് പോവാണ്. എനിക്ക് തോന്നുന്നു ഇത് ഫോർത്ത് ബെഡ്റൂം ആണ്. ഇതാരും യൂസ് ചെയ്യുന്നില്ല. ടൈല് മറ്റുള്ളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. മറ്റ് 3 ബെഡ്റൂമിലെയും ടൈലും ബാത്റൂമിൽ ഇതൊക്കെ വേറെ ആയിരുന്നല്ലോ. അപ്പം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇന്റീരിയർ വർക്കൊക്കെ സൂപ്പറാണ്. ചേട്ടൻ്റെ ഐഡിയ തന്നെ ചെയ്തതാണ്. അപ്പൊ ഇതും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഇങ്ങനെ പുറത്ത് ഇത് പറയാൻ നമ്മുടെ വാഷിംഗ് മെഷീനും തുണി എടുക്കുന്നത്. ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ബൈ.